ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നലെ എൻ്റെ യൂട്യൂബ് ചാനൽ SSC മീഡിയ 1 എന്ന ചാനലിൽ ഉച്ചയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഒരു വാട്സപ്പ് പൊതുഗ്രൂപ്പിൽ വന്ന ഒരു വാട്സപ്പ് വോയിസിന്റെ വിശകലനമാണ് ഞാൻ ചെയ്തത്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കൃത്യമായി മനസ്സിലാക്കിയാൽ മലയാള ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാകും. എൻ്റെ ചാനലിൻ്റെ വാക്കുകളല്ല, നമ്മുടെ മഞ്ചേശ്വരക്കാരനായ ഒരു വ്യക്തിയുടെ, അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ ആ വോയിസിന്റെ വിശകലനമാണ് ഞാൻ നടത്തിയത്. നമ്മൾ മലയാളികൾ, നമുക്ക് ജനകീയ സമരങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പല ജനകീയ സമരങ്ങളിലൂടെയാണ് നമ്മളുടെ ആവശ്യം നമ്മൾ നിറവേറ്റിയത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ചിന്തകൾക്കപ്പുറമായി നമ്മൾ എല്ലാവരും ജനങ്ങൾ ഒരുമിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത സമരങ്ങൾ നമ്മളെല്ലാവരും അതിന് വിപ്ലവാവ്യാധികൾ നേരിട്ടുണ്ട്, ഇനി നേരുകയും ചെയ്യും. ആ വ്യക്തി ഒരാൾക്ക് വിമർശനം നടത്താനും ആരോപണം നടത്താനുള്ള അവകാശം ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പൊതുവേദികളിൽ പൊതുഗ്രൂപ്പുകളിൽ സംസാരിക്കേണ്ടത്. ആവേശം കൊണ്ട് പല വാക്കുകളും തെറ്റിപ്പോകും. അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. ഒരു വർഷമായി 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് അവിടെ ഈ രാഗം ജംഗ്ഷനിൽ അണ്ടർപാസിന് വേണ്ടി നാഷണൽ ഹൈവേ 66 മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ പാവപ്പെട്ട ജനങ്ങൾ, നിഷ്കളങ്കരായ ജനങ്ങൾ സമരമുഖത്ത് പന്തലിൽ അവർ അണിചേർന്നിട്ടുണ്ട്. അവരെ കുറിച്ചല്ല, ആ വ്യക്തി പറഞ്ഞത് ചിലരെ കുറിച്ചാണ്. മഞ്ചേശ്വരത്തിലെ ആ വ്യക്തി പറഞ്ഞത് ചിലരെ കുറിച്ചാണ്. അദ്ദേഹം വ്യക്തമായി അതിൽ പറയുന്നു. പക്ഷേ ജനങ്ങളോട് പറയുന്നു. എന്നോട് പല ഫോർവേഡ് മെസ്സേജുകളായി, വാട്സപ്പ് മെസ്സേജുകളായി എന്നോട് പലരും സംസാരിച്ചു. കൃത്യമായി പറയുന്നു, നിഷ്കളങ്കരായ നല്ലവരായ ജനങ്ങൾ, മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ ജനങ്ങൾ, നമ്മളെല്ലാവരും ഈ റോഡുമായി ബന്ധപ്പെട്ട് പല സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും സമരമുഖത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ അണ്ടർപാസ് മഞ്ചേശ്വരത്ത് വേണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മഞ്ചേശ്വരത്തിന്റെ ജനങ്ങൾ. അത് പോരാടിക്കൊണ്ടേയിരിക്കുന്നവർ. അണ്ടർപാസ് അല്ലെങ്കിൽ ഫുട് ഓവർ ബ്രിഡ്ജെങ്കിലും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലുള്ള ജനങ്ങളുള്ളത്. അതിൽ പങ്കെടുത്ത പലരും അവർ അവസാനം കുഞ്ഞുങ്ങളുമായാണ് അവിടെ സമരം നടത്തിയത്. ആ സമരത്തിൽപ്പെട്ട ചിലർക്കെതിരെ നമ്മുടെ മഞ്ചേശ്വരക്കാരനായ ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചു. അപ്പോൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. ആ വോയിസ് ഇന്നും പല പൊതുഗ്രൂപ്പുകളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ ആ വോയിസിനെ ഡിലീറ്റ് ചെയ്യാൻ അതിൽ ബന്ധപ്പെട്ടവർ പറയുക, അല്ലെങ്കിൽ അതിന് ആരാണ് നേതൃത്വം വഹിച്ചവർ അദ്ദേഹവുമായി സംസാരിക്കുക. ഞാനൊരു പൊതു പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ സംബന്ധിക്കുന്ന ഒരാളാണ്. ആ വ്യക്തിയോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, സമര പോരാളികൾക്ക്, നമ്മൾ അടങ്ങുന്ന സമര പോരാളികൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഇനിയും സമരങ്ങൾ വേണം, ജനകീയ സമരങ്ങൾ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള എല്ലാ ഗവൺമെന്റിനെതിരെയും ഭരിക്കുന്ന, അത് ത്രിതല പഞ്ചായത്തായിക്കോട്ടെ, കേന്ദ്രഭരണമായിക്കോട്ടെ, എന്തെങ്കിലും കരിനിയമങ്ങൾ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ ജനകീയ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അത് കേരളത്തിൽ സ്വാഭാവികമായി നടക്കുന്ന സംഭവങ്ങളാണ്. അതിൽ ആരോപണം വന്നാൽ അതിന് ബന്ധപ്പെട്ട, അതിന് നേതൃത്വം വഹിക്കുന്ന നല്ലവരായ ആ നേതൃത്വം വഹിക്കുന്നവർ, ജനകീയ വേദിയിലുള്ളവർ, അവർ അതിന് മറുപടി അപ്പോൾ തന്നെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയില്ല. ഇനിയും ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ജനങ്ങളുടെ ആവശ്യം, നിഷ്കളങ്കരായ ജനങ്ങൾക്ക് അവർക്ക് ഇലക്ഷൻ എന്നല്ല, അവർക്ക് ആവശ്യം നേടണം. നമ്മൾ പൗരന്മാർക്ക് പല കാര്യങ്ങളും ഭരണഘടനയിൽ പറയുന്ന പോലെ സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് ഭരണഘടന പറയുന്നു. അത് നിറവേറ്റാൻ വേണ്ടി നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ജനകീയ വേദികളിൽ നമ്മൾ സമരം നടത്തും. അങ്ങനെ സമരം നടത്തുക തന്നെ ചെയ്യണം. എല്ലാവർക്കും, സമര പോരാളികൾക്ക് എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.